മുറിക്കുള്ളിലെ നിശബ്ദതയിൽ സിദ്ധാർത്ഥിന്റെ കാലൊച്ചകൾ മാത്രം മുഴങ്ങിക്കൊണ്ടേയിരുന്നു. ഉള്ളിൽ കത്തുന്ന അമർഷവും സങ്കടവും എങ്ങനെയോ പുറത്തേക്ക് ഒഴുകിക്കളയണമെന്നവൻ ആഗ്രഹിച്ചു. കണ്ണുകൾ ഇറുകിയടയ്ക്കുമ്പോൾ മുന്നിൽ തെളിയുന്നത് അനഘയുടെ മുഖം മാത്രമാണ്. അവളുടെ ചിരിയും കുറുമ്പുകളും ആ കോളേജ് ക്യാമ്പസിലെ ഓർമ്മകളും ഒരു നീറ്റിലായി അവനെ വേട്ടയാടി. ഇനിയും വയ്യ, ഇങ്ങനെ അഭിനയിക്കാൻ എന്നെക്കൊണ്ടിനി ആവില്ല. അവൻ സ്വയം മന്ത്രിച്ചു പോയി. തൻ്റെ പ്രണയം അനിയൻ രുദ്രനോട് തുറന്നു പറയാൻ അവൻ തീരുമാനിച്ചു. രുദ്രനാണെങ്കിലും തന്നെ മനസ്സിലാക്കുമെന്ന് അവനും പ്രത്യാശിച്ചു പോയി. എന്നാൽ രുദ്രന്റെ മുറി ലക്ഷ്യമാക്കി നടന്ന സിദ്ധാർത്ഥിന്റെ കാലുകൾ പെട്ടെന്ന് തറഞ്ഞു നിന്നു. ഇന്നലെ മാത്രം ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയി വന്ന അച്ഛൻ തളർന്നു കിടക്കുന്നത് കണ്ടപ്പോൾ അവന്റെ ഉള്ളിലെ ആവേശം തന്നെത്താനെ അണഞ്ഞുപോയി. കുടുംബത്തിന്റെ സമാധാനവും അച്ഛന്റെ ആരോഗ്യവും തന്റെ വാശിയേക്കാൾ വലുതാണെന്ന തോന്നൽ അവനെ തളർത്തി. ആ നിമിഷം തന്റെ ആഗ്രഹമെല്ലാം ഉപേക്ഷിക്കാനും വിധിക്ക് കീഴടങ്ങാനും അവൻ ഒരു വട്ടം കൂടി ചിന്തിച്ചുപോയി. മനസ്സിന്റെ ഭാരം താങ്ങാനാവാതെ അവൻ ബൈക്കിന്റെ ചാവിയെടുത്ത് പുറത്തേക്കിറങ്ങി. കാറ്റേറ്റ് എങ്ങോട്ടെങ്കിലും പോയാൽ അല്പം ആശ്വാസം കിട്ടുമെന്ന് അവൻ കരുതി. എന്നാൽ അവൻ ബൈക്ക് ചെന്ന് നിർത്തിയത് ആൽത്തറയിലുള്ള കണ്ണന്റെ നടയ്ക്കലാണ്. വണ്ടി നിർത്തി അവൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ ഹൃദയം ഒരു നിമിഷം നിലച്ചു പോയതുപോലെ അവന് തോന്നി. ദീപപ്രഭയിൽ കൽവിളക്കിന് മുന്നിൽ കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു നിൽക്കുന്ന അനഘ. അവൾക്ക് ചുറ്റും ഒരു പുണ്യം പോലെ വെളിച്ചം പടർന്നു കിടക്കുന്നു. കണ്ണൊടുക്കാതെ അവൻ അവളെ തന്നെ അല്പനേരം നോക്കി നിന്നു. ഇനിയും എന്നെ പരീക്ഷിക്കരുത് കണ്ണ. നീ തന്നെ എൻ്റെ വേദനയ്ക്ക് ഒരു പരിഹാരം കാണണം. അവൾ തന്നെ എനിക്ക് തിരിച്ചു തരുകയും വേണം. അവൻ ആൽത്തറയിൽ കയറി കണ്ണടച്ച് പ്രാർത്ഥിക്കുന്ന അതേ സമയം തന്നെ അനഘയും അനഘയത്തിയും അമ്പലത്തിന്റെ പടികൾ ഇറങ്ങി നടന്നു തുടങ്ങിയിരുന്നു. ഒരിക്കൽ പോലും അവൾ തന്നെ ഒന്ന് നോക്കിയത് പോലുമില്ല. സിദ്ധാർത്ഥിന്റെ ഉള്ളിൽ അപ്പോഴേ ഭയം നീലിച്ചു പോയി. അവൾ അറിഞ്ഞു കാണും. ശ്വേതയുമായുള്ള എൻ്റെ നിശ്ചയത്തിന്റെ കാര്യം നാട്ടുകാരെല്ലാം അറിഞ്ഞല്ലോ. അതുകൊണ്ടാണോ അവൾ എന്നെ നോക്കാതെ പോയത്? ആ ചിന്ത അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി. അവളുടെ മൗനം ഒരു വലിയ തിരമാല പോലെ അവന്റെ നെഞ്ചിലേക്ക് അരിച്ചു കയറി. ഒടുവിൽ സഹികെട്ടവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. അവളുടെ വീടിനടുത്തുള്ള ആ ചെമ്മൺ പാതയിൽ അവൻ ചെന്ന് ബൈക്ക് നിർത്തി. ഒരു നോക്കുകൂടി കാണാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തീർക്കാനോ ഉള്ള വെമ്പലിലായിരുന്നു അവന്റെ മനസ്സ് അപ്പോഴും. കേശുമാഷിന്റെ ചായക്കടയിൽ അപ്പോൾ നല്ല തിരക്കുമാണ്. വറുത്ത പരിപ്പുവടയും ഏലക്കയിട്ട ചായയുടെയും മണം അന്തരീക്ഷത്തിൽ പടർന്നു നിൽക്കുന്നുണ്ട്. സിദ്ധാർത്ഥ് തന്റെ ബൈക്ക് റോഡരികിൽ ഒതുക്കി നിർത്തി കടയ്ക്കുള്ളിലേക്ക് കയറി. മാഷെ, ഒരു ചായയും പരിപ്പുവടയും. അവൻ ഓർഡർ ചെയ്തെങ്കിലും അവന്റെ കണ്ണുകൾ പുറത്തെ ചെമ്മൺ പാതയിൽ തന്നെയായിരുന്നു. തൊണ്ടയിൽ എന്തോ തടയുന്നത് പോലെ ഒരു പരിപ്പുവട പോലും ഇറക്കാൻ കഴിയാത്ത വിധം മനസ്സ് വിങ്ങുന്നുണ്ട്. അതാ ദൂരെ അനഘയും അനിയത്തിയും വരുന്നു. അവൾ തന്റെ ബൈക്കിന് അരികിലെത്തിയതും സിദ്ധാർത്ഥ് സീറ്റിൽ നിന്നും വെട്ടിയിട്ടതുപോലെ എഴുന്നേറ്റു. അവളുടെ അടുത്തേക്ക് ചെന്ന് എല്ലാം തുറന്നു പറയണം. തന്റെ നിസ്സഹായാവസ്ഥ അവളെ ബോധ്യപ്പെടുത്തണം. അതായിരുന്നു അവന്റെ ലക്ഷ്യവും. പക്ഷെ വിധി വീണ്ടും അവനെ തടഞ്ഞു. പെട്ടെന്നാണ് ഒരു ബൈക്കിന്റെ ശബ്ദം അവിടെ മുഴങ്ങിയത്. അനഘയുടെ അച്ഛൻ. അയാൾ തന്റെ ബൈക്കിൽ അവർക്ക് അരികിലെത്തി. സിദ്ധാർത്ഥിനെ കണ്ടതും അയാളുടെ നോട്ടം ഒന്ന് കടുത്തു. ആ നോട്ടത്തിൽ ഒരു താക്കീതായിരുന്നു, അല്ലെങ്കിൽ ഒരു മുൻകരുതൽ. സിദ്ധാർത്ഥ് ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി. കയറിക്കോ. അച്ഛന്റെ ശബ്ദം കേട്ടതും അനഘയും അനിയത്തിയും ആ ബൈക്കിന് പിന്നിൽ ഇടം പിടിച്ചു. സിദ്ധാർത്ഥിനെ ഒന്ന് നോക്കാൻ പോലും നിൽക്കാതെ അവർ ആ ചെമ്മൺ പാതയിലേക്ക് മറഞ്ഞുപോയി. അവൻ വിളിക്കാൻ ആഞ്ഞു, പക്ഷെ ശബ്ദം പുറത്തേക്ക് വന്നില്ല. പ്രിയപ്പെട്ടവൾ തൊട്ടു മുന്നിലൂടെ കടന്നു പോകുമ്പോഴും ഒരു വാക്കുപോലും മിണ്ടാൻ കഴിയാത്തവന്റെ വേദനയോടെ അവൻ ആ ചായക്കടയുടെ തൂണിൽ ചാരി നിന്നു. നെല്ലിക്കോട് ഗ്രാമം ഇപ്പോൾ ഉത്സവലഹരിയിലാണ്. 4 ദിവസം കഴിഞ്ഞാൽ അവിടുത്തെ നെല്ലിക്കോട് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ ഉത്സവമാണ്. ഗ്രാമത്തിലെ മുക്കിലും മൂലയിലും അതിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നുമുണ്ട്. പാതയോരങ്ങളിൽ തോരണങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു. വർണ്ണവിളക്കുകൾ മരച്ചില്ലകളിൽ കണ്ണു ചിമ്മുന്നു. ദൂരെ ക്ഷേത്രമുറ്റത്ത് പന്തൽ പണികളുടെ ശബ്ദവും അന്തരീക്ഷത്തിൽ എവിടെയോ തങ്ങി നിൽക്കുന്ന ചെണ്ടമേളത്തിന്റെ പരിശീലന മുറകളും ഒരു ഉത്സവലഹരി പടർത്തുന്നുണ്ട്. കളിപ്പാട്ടക്കാരും വർണ്ണവളകൾ വിൽക്കുന്നവരും തങ്ങളുടെ താവളങ്ങൾ ഒരുക്കിക്കഴിഞ്ഞു. നാടാകെ ഒരു വലിയ ആഘോഷത്തിന് കാത്തിരിക്കുമ്പോഴും സിദ്ധാർത്ഥിന്റെ മനസ്സ് മാത്രം ഒരു ശൂന്യമായ മരുഭൂമി പോലെയായിരുന്നു. കേശുമാഷന്റെ കടയ്ക്ക് മുന്നിൽ തറഞ്ഞു നിൽക്കുകയായിരുന്ന അവൻ തന്റെ കൺമുന്നിലുള്ള അങ്ങനെ അനഘയെയും കൊണ്ട് അവളുടെ അച്ഛന്റെ ബൈക്ക് അകന്നു പോകുന്നത് അവൻ നോക്കി നിന്നു. ഒരു വാക്ക്, ഒരു നോക്ക്, അതുപോലും വിധി തനിക്ക് നിഷേധിച്ചിരിക്കുന്നു എന്നവൻ മനസ്സിലാക്കി.
താൻ പ്രാണനായി കണ്ടവൾ ഒരു മൗനമായി മായുമ്പോൾ നെഞ്ചിലൊരു കനൽ എരിയുന്നത് പോലെ അവന് തോന്നി. സിദ്ധാർത്ഥ് വീടിന്റെ ഉമ്മറപ്പടി കടന്നതും അന്തരീക്ഷത്തിലെ ഒരു മരവിപ്പ് പടർന്നു. ആരോടും ഒന്നും മിണ്ടാതെ തന്നിലേക്ക് തന്നെ ചുരുങ്ങിക്കൂടിയ അവന്റെ ഭാവം എല്ലാവരിലും ഒരുതരം ആശങ്ക നിറച്ചിരുന്നു. ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ടാണ് രുദ്രൻ അവിടേക്ക് കടന്നു വന്നതും. സിദ്ധാർത്ഥിന്റെ ഉള്ളിലെ പ്രക്ഷുബ്ധമായ കടലിനെക്കുറിച്ച് രുദ്രന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അനാവശ്യമായ മുഖവരകൾക്കൊന്നും അവൻ മുതിർന്നതുമില്ല. തന്റെ കൈവശമിരുന്ന ആ വലിയ കവർ അവൻ സിദ്ധാർത്ഥിന് നേരെ നീട്ടി. രുദ്രന്റെ കണ്ണുകൾ ചോദ്യം ചെയ്യപ്പെടാനാവാതെ ഒരു ഉറപ്പുണ്ടായിരുന്നു. എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുത്തു. പക്ഷെ നിനക്കേറ്റവും ചേർന്നത് ഇതാണെന്ന് എനിക്ക് തോന്നി. സിദ്ധാർത്ഥ് എന്തോ പറയാൻ തുനിഞ്ഞെങ്കിലും രുദ്രന്റെ കൈപ്പത്തി അന്തരീക്ഷത്തിൽ ഉയർന്നു. അത് അവനെ തടയുകയായിരുന്നു. ഇതിൽ കൂടുതൽ മറുവാക്കൊന്നും നീ പറയണ്ട. രുദ്രന്റെ ശബ്ദത്തിൽ ആത്മവിശ്വാസം കലർന്ന ആകുന്ന ശക്തിക്കു മുന്നിൽ സിദ്ധാർത്ഥ് ഒന്ന് പതറി. അവന്റെ ഉള്ളിൽ കടുപ്പമേറിയ വാശിക്കോട്ടകൾ ആ വാക്കുകളിൽ തട്ടി വിങ്ങലേറ്റിരുന്നു. രുദ്രൻ കരുതലോടെ തിരഞ്ഞെടുത്ത ആ വസ്ത്രം കയ്യിലേക്ക് വാങ്ങുമ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്തെ കർക്കശം പതിയെ അലിഞ്ഞില്ലാതായി. അവിടെയുണ്ടായിരുന്നവർ വിസ്മയത്തോടെ അത് നോക്കി നിന്നു. ഒരു കൊടുങ്കാറ്റ് അടങ്ങിയ പ്രതീതി. ഉമ്മറത്തെ ചാരുകസേരയിൽ ഇരുന്നിരുന്ന ശങ്കരൻ മാഷിന്റെ മുഖത്ത് അപ്പോൾ ആശ്വാസം കലർന്ന ഒരു പുഞ്ചിരി വിരിഞ്ഞു. വീട്ടിലേക്കെത്തിയതും അനഘയുടെ അച്ഛന്റെ ചോദ്യം വന്നു. നിന്നെ ശങ്കരൻ മാഷിന്റെ മകൻ ആൽത്തറയിലെ അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ടോ അനു? അച്ഛന്റെ ചോദ്യത്തിന് മുന്നിൽ ഒരിറ്റു നേരം അനു തറഞ്ഞു നിന്നു. ഉള്ളിലൊരു നിമിഷം മിന്നിമറിഞ്ഞ മുഖത്തെ മറച്ചു പിടിച്ചുകൊണ്ട് അവൾ മെല്ലെ പറഞ്ഞു, ഇല്ല, കണ്ടില്ല അച്ഛാ. പക്ഷെ ആ മറുപടിയിൽ അച്ഛൻ തൃപ്തനായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സ്വരത്തിൽ ഒരേ സമയം ഗൗരവവും വിഷാദവും കലർന്നു. നിന്റെ മനസ്സിൽ അവനുണ്ടെങ്കിൽ അത് മായ്ച്ചു കളഞ്ഞേക്കൂ അനു. നിന്റെ മനസ്സിൽ അവനുണ്ടെങ്കിൽ അതങ്ങ് മായ്ച്ചു കളഞ്ഞേക്കൂ അനു. മറ്റന്നാളാണ് അവന്റെ നിശ്ചയം, അതും നിന്റെ കൂട്ടുകാരി തന്നെ. ഇനിയും അവനെ ഓർത്ത് നീ വേദനിക്കരുത് എന്ന് പറയാനേ ഈ അച്ഛന് കഴിയൂ. അച്ഛന്റെ വാക്കുകൾ കൂരിരുമ്പ് പോലെ തറച്ചെങ്കിലും അവളൊന്നും അതിന് പ്രതികരിച്ചില്ല. മരവിച്ച പാദങ്ങളുമായി അകത്തേക്ക് നടന്ന അവൾ മുറിക്കുള്ളിൽ കയറി വാതിലടച്ചു. പിന്നെ നിയന്ത്രിക്കാനാവാതെ തേങ്ങലുകളെ തടയാനെന്നവണ്ണം ധാവണിത്തുമ്പ് വായോട് ചേർത്ത് പിടിച്ചു. ശ്വാസം മുട്ടിക്കുന്ന ആ വിതുമ്പലുകൾ ആരും കേൾക്കാതിരിക്കാൻ അവൾ പണിപ്പെട്ടു. അവനെ ആദ്യമായി കണ്ടത് ആ കണ്ണുകളിലെ കൗതുകം, തന്നോട് പറഞ്ഞിരുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങൾ എല്ലാം ഒരു തിരമാല പോലെ അവളുടെ ഓർമ്മകളിലേക്ക് ഇരച്ചു കയറി. തന്റെ മാഷ്, തന്റെ പ്രാണൻ. ആ ചിരിയും സംസാരവും ഇനി മറ്റൊരാൾക്ക് സ്വന്തമാണെന്ന സത്യം ഉൾക്കൊള്ളാൻ അവളുടെ മനസ്സ് വിസമ്മതിച്ചു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കണ്ണീർ തുടച്ച് അവൾ കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു. തളർന്നു പോയത് ആരും കാണരുത്, ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു. അച്ഛന് ഏറ്റവും ഇഷ്ടപ്പെട്ട ചപ്പാത്തിയും മുട്ട സ്റ്റൂവും തയ്യാറാക്കുമ്പോൾ അവളുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. വീട്ടിലെ എല്ലാവരുടെയും കണ്ണുകൾ അവളുടെ ഓരോ ചലനങ്ങളെയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾക്കറിയാമായിരുന്നു അതെല്ലാം. പക്ഷേ ചുണ്ടിലൊരു കള്ളച്ചിരി വരുത്തിയും കാര്യങ്ങൾ തിരക്കിയും അവൾ സാധാരണ നിലയിലാകാൻ ശ്രമിച്ചു. ആ രാത്രി ഒരിലയിൽ വിളമ്പിയ ആഹാരത്തിന് അവൾക്ക് മാത്രം കൈപ്പേറിയ രുചിയായിരുന്നു. എല്ലാവരോടുമൊപ്പം ഭക്ഷണം കഴിച്ച് ആർക്കും സംശയത്തിന് ഇടം നൽകാതെ അവൾ തന്റെ മുറിയിലേക്ക് മടങ്ങി. പുറമെ ശാന്തമാണെങ്കിലും ഉള്ളിൽ നീറിപ്പുകയുന്ന കനലുമായി അവൾ ഇരുട്ടിലേക്ക് കണ്ണു നട്ടു കിടന്നു. ചുറ്റുമുള്ള ലോകം ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോഴും അവളുടെ മനസ്സ് സിദ്ധാർത്ഥിന്റെ ഓർമ്മകളിൽ തട്ടിയുലയുകയായിരുന്നു. അവളിൽ ഓരോ ശ്വാസത്തിലും സിദ്ധാർത്ഥ് ഉണ്ടായിരുന്നു. അവന്റെ ആഴമേറിയ നോട്ടവും കുസൃതിയും ഒളിപ്പിച്ചു വെച്ച ആ കള്ളച്ചിരിയും മിന്നൽ പിണർപ്പ് പോലെ വീണ്ടും അവളുടെ കണ്ണുകളിൽ തിളങ്ങി വന്നു. തന്റേതു മാത്രമാണെന്ന് ഒരു കാലത്ത് അവൾ അഹങ്കരിച്ച ചിരി ഇനി മറ്റൊരാൾക്ക് സ്വന്തമാകാൻ പോകുന്നു എന്ന കൈപ്പേറിയ സത്യം അവളെ നീറ്റിലായി അവളുടെ ആത്മാവിൽ പടർന്നു. നിലവിളികൾ പുറത്തു കേൾക്കാനാവാതെ അവൾ തലയണയിൽ മുഖമമർത്തി വാവിട്ട് കരഞ്ഞു. തൊണ്ടയിൽ കുരുങ്ങിയ തേങ്ങലുകൾ കണ്ണുനീരായി ഒഴുകി. കട്ടിലിൽ പടർന്നു. പ്രണയം ഇത്രമേൽ മാരകമായ ഒരു മുറിവാകുമെന്ന്, ഇത്രത്തോളം ഹൃദയത്തെ പിളർക്കുമെന്നും അവൾ ഒരിക്കലും കരുതിയില്ല. പെട്ടെന്നാണ് മുറിയുടെ വാതിൽ സാവധാനം തുറന്നത്. ഇരുട്ടിൽ തെളിഞ്ഞ ആ രൂപം തന്റെ ആര്യയായിരുന്നു. അത് കരഞ്ഞു തളർന്നു കിടക്കുന്ന ചേച്ചിയെ കണ്ടപ്പോൾ ആര്യയുടെ ഉള്ളും പിടഞ്ഞുപോയി. അവൾ അനഘയുടെ അരകിലിരുന്ന് വിറയ്ക്കുന്ന ആ തല പതുക്കെ തന്റെ മടിയിലേക്ക് ചേർത്തു വെച്ചു.
ചേച്ചി കരയല്ലേ. ആര്യയുടെ സ്വരം ആർദ്രമായിരുന്നു. ആശ്വാസത്തിൻ്റെ ഒരു തെന്നൽ പോലെ അത് മുറിയിൽ നിറഞ്ഞു. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് ലഭിക്കണമെന്നില്ല ചേച്ചി. നിനക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ച ആ രാജകുമാരൻ എവിടെയോ ഉണ്ട്. സമയമാകുമ്പോൾ അയാൾ തന്നെ നിന്നെ തേടി വരും. വിധി നിശ്ചയിച്ച ആൾ നിന്റെ അടുത്ത് തന്നെ വന്നു ചേരും. അന്ന് ഈ സങ്കടങ്ങളെല്ലാം ഒരു നീർക്കുമുള പോലെ മാഞ്ഞു പോകുകയും ചെയ്യും.